രുമായി പാകിസ്ഥാൻ അതിർത്തി കടന്ന് അവൻ അപ്രത്യക്ഷനായി. അന്നുമുതൽ ലാദന്റെ നിഴലിനെ പിന്തുടരുന്നത് CIA-യുടെ പ്രതിജ്ഞയായി. ഇലക്ട്രോണിക് നിശബ്ദത പാലിച്ച ലാദന്റെ ലോകത്തേക്ക് കടക്കാൻ CIA-ക്ക് ആകെയുണ്ടായിരുന്നത് മാനുഷിക മാർഗങ്ങൾ മാത്രം. 2003 മുതൽ അൽ-ഖൈദയുടെ ഉന്നത നേതാക്കളെ ചോദ്യം ചെയ്യൽ ആരംഭിച്ചു. അതിൽ ഖാലിദ് ഷൈഖ് മുഹമ്മദ്, KSM പോലുള്ളവരും ഉൾപ്പെട്ടു. ചോദ്യം ചെയ്യലുകളിൽ നിന്ന് ഒരു പാറ്റേൺ തെളിഞ്ഞുവന്നു. ബിൻ ലാദൻ സന്ദേശങ്ങൾ കൈമാറാൻ ഉപയോഗിച്ചിരുന്ന ദൂതന്മാരെക്കുറിച്ചുള്ള നിർണായക വിവരം 2004ഓടെ CIA-ക്ക് ലഭിച്ചു. അവരിൽ ഏറ്റവും വിശ്വസ്തനും ദീർഘകാലമായി ബിൻ ലാദന്റെ കൂടെയുണ്ടായിരുന്നവനുമായ ദൂതന്റെ പേര് അബൂ അഹമ്മദ് അൽ കുവൈത്തി. ഈ വ്യക്തിയാണ് ബിൻ ലാദന്റെ ബാഹ്യലോകവുമായുള്ള ഏക കണ്ണ്. ഇനി ലക്ഷ്യം ബിൻ ലാദനല്ല, ഈ ദൂതനായിരുന്നു. വർഷങ്ങൾ നീണ്ട ഡാറ്റാബേസ് പരിശോധനകൾക്കും ഫയലുകൾ അരിച്ചുപെറുക്കലിനും ശേഷം 2010 ഫെബ്രുവരിയിൽ അൽ കുവൈത്തിയുടെ യഥാർത്ഥ പേര് CIA-ക്ക് ലഭിച്ചു. ഇതോടൊപ്പം പാകിസ്ഥാനിൽ അവനുമായി ബന്ധമുള്ള ഒരു കുടുംബത്തെക്കുറിച്ചും വിവരങ്ങൾ കിട്ടി. വേട്ടയുടെ ആദ്യത്തെ കണ്ണ് കിട്ടിയ നിമിഷം 2010 ഓഗസ്റ്റിൽ പാകിസ്ഥാനിലെ പെഷാവറിന് സമീപം CIA അൽ കുവൈത്തിയുടെ സാന്നിധ്യം സ്ഥിരീകരിച്ചു. CIA-യുടെ ഗ്രൗണ്ട് ടീം, CIA സ്പെഷ്യൽ ഓപ്പറേഷൻസ് ഡിവിഷൻ അൽ കുവൈത്തിയെ നേരിട്ട് നിരീക്ഷിക്കാൻ തുടങ്ങി. അവന്റെ ഉടമസ്ഥതയിലുള്ള വെള്ളനിറത്തിലുള്ള ഒരു സുസുക്കി എസ്റ്റീം ജീപ്പ് അവർക്ക് തിരിച്ചറിയാൻ സഹായകമായി. 2010 സെപ്റ്റംബറിൽ അൽ കുവൈറ്റി പെഷാവറിൽ നിന്ന് പുറപ്പെട്ട് പാകിസ്ഥാന്റെ തലസ്ഥാനമായ ഇസ്ലാമാബാദിനടുത്തുള്ള അബോട്ടാബാദിലെ ഒരു വലിയ കോമ്പൗണ്ടിൽ എത്തുന്നതായി CIA കണ്ടെത്തി. അൽ കുവൈറ്റിയുടെ യാത്ര അവരെ കൊണ്ടുപോയ